പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. കരുണയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന ചോദ്യത്തിനുത്തരം വിശുദ്ധ കുർബാന തന്നെയാണ്. ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ചിലർക്കെങ്കിലും സാധിക്കുന്നതിൻ്റെ കാരണം ഈശോയുടെ കരുണ മാത്രമാണ്. നാം എന്താണ് ബലിയർപ്പിക്കേണ്ടത്? ഈശോയെ തന്നെയാണ് ബലിയർപ്പിച്ചത്. അതായത് സ്വന്തം രക്തവും ശരീരവും ആത്മാവും സ്വന്തം ഇഷ്ടങ്ങളും തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മെ പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത ജീവിതം നയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് വിശുദ്ധിയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. നമ്മുടെ ഇഷ്ടങ്ങളെ കർത്താവിന് മുമ്പിൽ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ഈശോ തരുമെന്ന വിശ്വാസം വേണം. പഴയ നിയമത്തിൽ കിട്ടാത്തതും പുതിയ നിയമത്തിൽ കിട്ടിയതുമായ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ കുർബാന. ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടുന്ന മണിക്കൂറാണിത്. പിതാവായ ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന. എന്തിനാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്? ഈശോ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്, പരിശുദ്ധനാണ്. വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന. അതുകൊണ്ട് നാം വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. നാം എന്നാണ് പുരോഹിത ജനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? മാമോദിസായിലൂടെയാണ് ദൈവം നമ്മെ പുരോഹിത ജനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പരിശുദ്ധ ദൈവത്തെ ആരാധിക്കാനാണ് സഭ നമുക്ക് മാമോദിസ തന്നത്. എന്നിട്ടും നാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കുന്നത് ദൈവത്തോടും നമ്മോടും ചെയ്യുന്ന വലിയ തെറ്റാണ്. ഈശോ എന്തിനാണ് ബലിയർപ്പിച്ചത്? നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഈശോ ബലിയർപ്പിച്ചത്. എനിക്ക് പാപമോചനം നൽകി ഈശോയുടെ കുഞ്ഞാക്കുവാനാണ് ഈശോ പരിശുദ്ധ കുർബാനയായി മാറിയത്. ഞാൻ ബലിയർപ്പിക്കുന്നത് വിശുദ്ധിയിൽ വളരുവാനും ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും വേണ്ടിയാണ്. തിരുസഭയുടെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കൽ. പരിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പെങ്കിലും തൻ്റെ ജനം ദേവാലയത്തിൽ എത്തിച്ചേരണമെന്ന് നമ്മുടെ ഈശോ ആഗ്രഹിക്കുന്നു. ഈശോയെ പ്രതിനിധാനം ചെയ്യുന്ന വൈദികൻ മാലാഖമാരെ പ്രതിനിധാനം ചെയ്യുന്ന ശുശ്രൂഷികളോടൊപ്പം സ്വർഗ കവാടത്തിൻ്റെ പ്രതീകമായ മദ്ബഹ വിരിമാറ്റി ഭൂമിയിലെ ജെറുസലേമിൻ്റെ പ്രതീകമായ ആൾത്താരയിലേക്ക് പ്രദക്ഷിണമായി വരുന്നത് എൻ്റെ ജനത്തിന് കാണണ്ടേ എന്നാണ് ഈശോ ചോദിക്കുന്നത്. പിതാവായ ദൈവം ഇത് ആഗ്രഹിക്കുന്നു. മക്കളെ, കുർബാന സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥം ഈശോയെ നീ പറഞ്ഞിട്ടുള്ളതെല്ലാം ഞാൻ അനുസരിച്ചു കൊള്ളാം എന്നാണ്. യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട പുതിയ ഉടമ്പടിയാണ് വിശുദ്ധ കുർബാന. നാവ് നീട്ടി നാം സ്വീകരിക്കുന്നത് മരണവേദന അനുഭവിച്ച് എനിക്കും നിനക്കും വേണ്ടി കൊല്ലപ്പെട്ട ഈശോയുടെ ചങ്കാണ്, തിരുരക്തമാണ്. ഇത് സ്വീകരിക്കുന്ന നമ്മെ ബലിപീഠത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കുടുംബത്തെ ഒരു സാത്താനും തൊടാൻ സാധിക്കുകയില്ല. ഇത് ശക്തമായി വിശ്വസിക്കൂ. ഈജിപ്തിൽ വെച്ച് ഇസ്രായേൽക്കാരുടെ വാതിൽപ്പടിയിൽ ദൈവം പറഞ്ഞതനുസരിച്ച് കുഞ്ഞാടിൻ്റെ രക്തം തൂത്തുവെച്ചപ്പോൾ ഒരു സംഹാരദൂതനും അവരെ തൊട്ടില്ല എന്നുള്ള കാര്യം നാം ഓർക്കണം. കുർബാന സ്വീകരിക്കുന്നത് ഒരു പ്രവൃത്തിയല്ല, ഒരു പ്രഖ്യാപനമാണ്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്നു. യേശുവിൻ്റെ രക്ഷയും പാപമോചനവും ലഭിക്കുന്നു എന്ന് കുർബാന സ്വീകരണത്തിലൂടെ നാം പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ രക്ഷയിൽ സൗഖ്യം, ജ്ഞാനം, പ്രത്യാശ, സമാധാനം, ആത്മസംയമനം തുടങ്ങിയ ആത്മീയവും ഭൗതികവുമായ കൃപകൾ നിറഞ്ഞിരിക്കുന്നു. കുർബാന കൈക്കൊള്ളുന്നതിന് മുമ്പ് കാവൽ മാലാഖയോട് ഇങ്ങനെ പറയാം: എൻ്റെ യേശു സ്വർഗത്തിൽ നിന്ന് തൻ്റെ സിംഹാസനം വിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന നിമിഷമാണിത്. പാപങ്ങൾ എന്നിൽ നിന്ന് മായ്ച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ഹൃദയം നിർമ്മലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലാവുകയാണ്. കർത്താവിനോടൊപ്പം വസിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇങ്ങനെ കർത്താവിൽ ലയിക്കുന്നവർക്ക് ഇനി അസ്തമയമില്ല. അസ്തമിക്കാത്ത സൂര്യനാണ് വിശുദ്ധ കുർബാന. യേശുവിൽ ലയിച്ചു ചേരുമ്പോൾ അവിടുത്തെ കൃപകൾ നമുക്ക് കിട്ടുന്നു. അങ്ങനെ കർത്താവിൻ്റെ നിത്യതയുടെ പങ്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറുന്നു. എൻ്റെ ഹൃദയം, മനസ്സ്, ചിന്തകൾ, നാവ്, കണ്ണ് എന്നെ തന്നെ അങ്ങേ തിരുരക്തത്താൽ കഴുകണമേ, മുദ്ര ചെയ്യണമേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. മാലാഖ കൊടുത്ത ഭക്ഷണം കഴിച്ച ഏലിയ പ്രവാചകൻ 40 രാവും 40 പകലും വിശ്രമമില്ലാതെ യാത്ര ചെയ്തു. ഇതുപോലെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ഈ അപ്പം ഭക്ഷിച്ചാൽ നാമും ശക്തരാകും എന്നോർക്കുക. ആത്മീയവും മാനസികവും ശാരീരികവുമായ ആരോഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും
എന്നിൽ നിറയണമേ എന്ന് യാചിക്കാം. എൻ്റെ നാവിലിരിക്കുന്നത് ജീവനുള്ള ഈശോ മുഴുവനായിട്ടാണ് എന്ന് ഓർത്ത് സ്തുതിക്കണം. പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നാം ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. അങ്ങനെ നമ്മുടെ മനുഷ്യപ്രകൃതി മാറി ദൈവിക സ്വഭാവം നിറയുന്നു. ഈശോയുടെ തിരുശരീര സ്വീകരണം ഒരു അനുഗ്രഹമായി മാറണമേ, ശിക്ഷയായി മാറരുതേ എന്ന് പ്രാർത്ഥിക്കണം. 12 അപ്പസ്തോലന്മാരുടെ പിന്നിൽ ഞാനിതാ അങ്ങയെ സ്വീകരിക്കുവാൻ വരുന്നു എന്ന് നമുക്ക് മനസ്സിലോർക്കാം. എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുവാനല്ലേ എൻ്റെ കർത്താവേ അങ്ങ് അപ്പമായി മാറിയത് എന്ന് കൊച്ചു തെരേസ്യ പുണ്യവതി ചോദിച്ചതുപോലെ നമുക്കും ചോദിക്കാം. യേശുവിനെ ജീവിതകാലം മുഴുവനും സ്നേഹിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃപകൾ മനസ്സിലാക്കാം. 1. ആത്മാവിൽ വീണ കറുത്ത പാടുകൾ മാറുന്നു. 2. പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും നിലനിൽക്കുവാനുമുള്ള കൃപ ലഭിക്കുന്നു. 3. നമ്മുടെ മുമ്പിൽ സങ്കടങ്ങളുടെ കടലുണ്ടെങ്കിലും നാം കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ സങ്കടത്തെ മറികടക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം സർവ്വതിൻ്റെയും രാജാതി രാജനാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. 4. ശരീരവും മനസ്സും സൗഖ്യപ്പെടുന്നു. 5. കുർബാന സ്വീകരിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. കർത്താവെ, വിശുദ്ധ സ്ഥലത്ത് കീർത്തനം പാടിയ ഞങ്ങളുടെ നാവിനെ സ്വർഗത്തിൽ സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചാൽ പാപങ്ങൾ ഉപേക്ഷിക്കുവാൻ സാധിക്കും, വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കും. ദൈവത്തിന് സ്തുതി. നമുക്കിത് ഷെയർ ചെയ്ത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമാകാം. താങ്ക് യു.